ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ബേർഡ് സാങ്ച്വറിയിലെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഓർഡർ ചെയ്ത ഫുഡാണ്. അപ്പോൾ നമ്മുടെ ജീര റൈസ്, ദാൽ തടുക്ക, പിന്നെ അച്ചാർ, പപ്പടം, പിന്നെന്തായിരുന്നു നമ്മുടെ ചില്ലി പനീർ, പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് കരിമീൻ പൊള്ളിച്ചതും ലെമൺ റൈസ്, ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം ബേർഡ് സാങ്ച്വറിയിലെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ കുമരകം ബേർഡ് സാങ്ച്വറി നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അതിനകത്ത് തന്നെ ഒരു 4 മണിക്കൂറോളം നമുക്ക് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഈ ആലപ്പുഴ കുമരകം സൈഡിലോട്ടൊക്കെ പോയിട്ട് പിന്നെ കരിമീൻ കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ മാത്രമേ ഉള്ളല്ലോ മീൻ കഴിക്കുന്നത്, അപ്പോൾ ആൻഡ്രൂ കഴിക്കില്ല. അപ്പോൾ ഞാനൊരു കരിമീൻ പൊള്ളിച്ചതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഒരു നല്ല കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ലെമൺ റൈസ്. പക്ഷേ അങ്ങനെ തോന്നി ഓർഡർ ചെയ്ത, പക്ഷേ കോമ്പിനേഷനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവർ ചെറിയൊരു സാലഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ കരിമീൻ ഭയങ്കര പോപ്പുലറാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ആലപ്പുഴയിലൊക്കെ. പക്ഷേ ഞാൻ അത്ര ഒരു കരിമീൻ ഫാൻ അല്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒന്ന് തോന്നിയാൽ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലൊന്ന് മേടിച്ച് നോക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് അല്ല കരിമീനോട്. ഏതായാലും കൊള്ളാം. ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്ത് നോക്കി. അപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി ഒരുപാട് മസാലയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, കഴിക്കാനും നമുക്ക് തോന്നും. പക്ഷേ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് പ്രത്യേകിച്ചാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു എന്താ പറയുക, അത് കറക്റ്റ് ഒരു രീതിയിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പിന്നെ ഞാനത് കഴിക്കാൻ വിസമ്മതിക്കും. അപ്പം നമ്മുടെ ലെമൺ റൈസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതും കൂടെ, പിന്നെ ചില്ലി പനീർ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് പോവുക. അപ്പോൾ ഞാൻ അതിലൊരു പീസ് ഞങ്ങൾ എടുത്ത് കാണിക്കാം കേട്ടോ. അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അതിൻ്റെ മാംസം എന്താ പറയുക, ഒത്തിരി വെന്ത് പോയതാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് പൊടിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോയി, അങ്ങനായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്നെയല്ല, കരിമീൻ ഒത്തിരി മുള്ളുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ മാംസം ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് ഇങ്ങനെ ആയി പോകുമ്പോഴത്തേന് ഒരുമാതിരിയാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറച്ച് ഞാൻ കഴിച്ചു നോക്കി, മറ്റേ ലെമൺ റൈസിൻ്റെ കൂടെ കുറച്ച് ഞാൻ എടുത്ത് അത് കണ്ടില്ലേ, നമ്മൾ ആ ഫോർക്ക് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിന് അത് ഇളകി അങ്ങ് വീണു. അപ്പോൾ അങ്ങനെ ആയിരുന്നു, അതിൻ്റെ ഫുൾ പോർഷൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു വരുന്ന പോലെ ആയിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്ലഷ് അതിനകത്ത് കുറവായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ ആ റിസോർട്ടിൽ കാരണം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലല്ല വന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി, ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ അത് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ വന്നപ്പം അതിൽ നിന്ന് വ്യത്യാസമായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാനതങ്ങ് പറയും. അത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും എവിടെ ആണെങ്കിലും ഞാനത് അങ്ങനെ അങ്ങ് പറയും. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് വേറൊരു മീനിൻ്റെ ആണോ എനിക്കറിയില്ല, എന്തായാലും കൊള്ളാം, വേറെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു കരിമീൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ, ഭയങ്കര നടപ്പല്ലായിരുന്നു ആ ബേർഡ് സാങ്ച്വറിക്കകത്തൂടെ. അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ കുടൽ കരിയുമായിരുന്നു. എന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്തു. കുറേ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതുവരെ ഇത് ഞാൻ ജസ്റ്റ് കഴിച്ച് നോക്കുന്നേ ഉള്ളൂ. ആദ്യം കൊണ്ടുവന്ന കരിമീൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി, സാലഡും ഇതൊക്കെ ആയിട്ടൊന്ന് കഴിച്ച് നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത കരിമീൻ ഓർഡർ ചെയ്തു. പിന്നെ അത് വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് അടുത്തത് വന്നിട്ടാണ് ബാക്കി ഫുള്ള് ഞാൻ കഴിച്ച് തീർത്തത്. ഓക്കെ, ഈ ഒരു പിടി എടുക്കുന്നവരെ ഞാൻ കാണിക്കത്തുള്ളൂ. കണ്ടോ, അടുത്ത കരിമീൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല മീനെന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയും കൂടെ വേണമല്ലോ. ചില മീനൊക്കെ, എല്ലാ മീനിൻ്റെ കാര്യമല്ല, ചില മീനൊക്കെ നമ്മൾ ഇത് കണ്ടില്ലേ, അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മസാല അതിനകത്ത് കൂടുതലായിരുന്നു, അതിനകത്ത് മാംസം കുറവ്, എല്ലാം മുള്ളു ഉൾപ്പെടെ എല്ലാം കൂടി ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് കഴിച്ചില്ല. പിന്നെ നമ്മുടെ പുതിയ കരിമീൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊള്ളിക്കാതെ അങ്ങ് തന്നാൽ മതി, എനിക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല മസാലയൊക്കെ ഇട്ട് അപ്പോൾ നല്ലതായിട്ട് വറുത്ത് കൊണ്ടുവന്നു. നല്ലതായിരുന്നു കേട്ടോ. അത് ഞാൻ നല്ലതായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ നമ്മുടെ കരിമീൻ എന്തൊരു ചന്തമുണ്ടല്ലേ അതിൻ്റെ ഇരിപ്പ് കാണാൻ. അതിൽ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട്
നമ്മൾ സാലഡും ലെമൺ റൈസ് എല്ലാം കൂടെ ഒരു പിടി പിടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഓർഡർ ചെയ്തത് ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ സാധാരണ ഇവിടെ വന്നപ്പോൾ തൊട്ട് അപ്പവും ദോശയും പുട്ടും ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇടിയപ്പം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഇടിയപ്പവും മുട്ട റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞങ്ങൾ ഇരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റേ നോർത്ത് ഇന്ത്യക്കാർ ഫാമിലി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പിള്ളേർ അവരിതൊന്നും കഴിക്കത്തില്ല. അവർക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ മതിയല്ലോ. അപ്പോൾ അവർക്കായിട്ട് ഇങ്ങനെ ചപ്പാത്തി അല്ലെങ്കിൽ ആലു പൊറോട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം എനിക്ക് ആൻഡ്രൂനും ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ കഴിക്കുന്ന കണ്ടപ്പോഴത്തേന് കൊതി വന്ന് ഞങ്ങളും കുറച്ച് ആലു പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 ഓംലെറ്റും പിന്നെ സാധാരണ കിട്ടുന്ന പോലെ തന്നെയുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ. പിന്നെ പിള്ളേർ ആലു പൊറോട്ട കഴിക്കുന്നതുകൊണ്ടപ്പം നമുക്കും കൊതി വന്നിട്ട് 2 ആലു പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പോകാനായിട്ട് സ്ഥലങ്ങളൊന്നും ഇല്ല. ഇവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെസ് കളി ആയാലോ. Why did you check me and then lose your horse like that? Why did you do that? I also got your house. Just ask. Check. Woo! No. She's beating you, Andrew. Bishop for this is can go anywhere now, so it's making life difficult for me. बट पहले एक ही मूव में चेकमेट हो सकता था, इसके लिए मैंने ऐसे कर दिया ताकि मैं तक जाऊँ. Tell me this, I wish I knew Hindi. मैं नहीं बताऊंगा. चेकमेट है कशी के पास. Only 3 moves. She's gonna keep, Actually 4. you're gonna take me in 4 moves. No. We can play 1, 2, 3, 4. Okay. No, I actually had a chance of winning until Queen. just. I actually had a chance of winning until just that stupid blunder. When And you are One having blunder that and your time only game you is should take over. out your elephant outside when you are. Kashish won the game again Yes, for the third correct. time. उनको दे दे बेटा. അങ്ങനെ ചെസ് കളിക്കാരൊക്കെ ആയിട്ട് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഒരു അമൃത എന്ന പേരുള്ളൊരു ആയുർവേദിക് മസാജ് സെൻറ്റർ കണ്ടു. അപ്പോൾ ഞാൻ UK-ൽ ആയുർവേദിക് മസാജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കയറിയതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പല സ്ഥലങ്ങളിൽ മസാജിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഈ സർക്കുലേഷൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആക്സിഡൻറ്റിന് ശേഷം അങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മസാജിങ് എടുക്കാൻ പോകാറുണ്ട്. അപ്പം പക്ഷെ നാട്ടിൽ ഞാൻ ഇതുവരെ അങ്ങനെ മസാജിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ആയുർവേദം കൂടെ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ആൻഡ്രു പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി. പക്ഷെ നല്ല സൂപ്പർ അടിപൊളി മസാജിങ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് നടക്കുന്ന വഴിക്ക് ഇവിടെ കുറേ കരിക്ക് തൂക്കിയിട്ടിരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ ആരും കണ്ടില്ല. പിന്നെ എന്തിനാ അങ്ങനെ ഇട്ടേക്കുന്നത് നമുക്കറിയത്തില്ല. കണ്ടില്ലേ, വിജനമായ റോഡ്, ഒരു മനുഷ്യരെ അവിടെ കാണാനില്ല. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ഏരിയയാണ് ഇവിടെ. കുറച്ച് ചെറിയ കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ബേക്കറി ഉണ്ട്, ചെറിയൊരു ബേക്കറി. ആ ബേക്കറിക്കകത്ത് കയറി എന്തെങ്കിലും നാടൻ പലഹാരങ്ങൾ കഴിക്കാൻ വെച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് നമ്മൾ ഒരു അതിശയിപ്പിക്കുന്ന ഒരു ഐറ്റം കണ്ടു, പച്ച കളറിലെ ലഡു. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു, മേടിച്ചു. പക്ഷേ നല്ല സൂപ്പർ ലഡുവായിരുന്നു, പിസ്താഷ്യോ ഫ്ലേവറുള്ള പച്ച കളർ ലഡുവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.